ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു വിജയൻ. സ്കൈലൈൻ മാട്രസ്, മെമ്മറി മാട്രസ്, ഇത് രണ്ടും ഞങ്ങളുടെ ബ്രാൻഡുകളാണ്. നുബീഷ് പട്ടത്തിൽ, ഞങ്ങളുടെ കമ്പനിയുടെ ജനറൽ മാനേജറാണ് മിസ്റ്റർ നുബീഷ് പട്ടത്തിൽ. താഴെ നമ്മുടെ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, മിസ്റ്റർ നുബീഷ് പട്ടത്തിൽ. സ്കൈലൈൻ മാട്രസ് എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലെ കരുമത്ര എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്കൈലൈൻ മാട്രസ് എന്ന സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 25 വർഷത്തോളമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. ഇതിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള ബെഡുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സ്കൈലൈനിൽ തന്നെ ഈ സ്കൈലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 6 ടൈപ്പ് ഓഫ് ബെഡ് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഓൾറെഡി സ്കൈലൈനിൽ തന്നെ സ്കൈലൈൻ ഓർത്തോപീഡിക്, സ്കൈലൈൻ സ്പൈനൽ കെയർ, സ്കൈലൈൻ സ്പ്രിംഗ്, ബോൺലെസ് സ്പ്രിംഗ്, അതേപോലെ തന്നെ സ്കൈലൈൻ പോക്കറ്റ് സ്പ്രിംഗ്, ഒരുപാട് ബെഡുകളായി നമ്മളിപ്പോൾ സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ട്. ഓൾ കേരളയിൽ നിന്ന് സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഓൾ ഇന്ത്യയിൽ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓൾ കേരള, ഓൾ തമിഴ്നാട് നമ്മൾ ഡയറക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലേക്ക് നമ്മൾ കൊറിയർ സർവീസ് ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കൈലൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഫാക്ടറിയിലേക്ക് വരുന്ന ആൾക്കാർക്ക്, അതായത് ഒരു കസ്റ്റമർ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഒരാളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഉറക്കം ഒരു പ്രധാന ഘടകമാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു രാത്രി ഒരു മനുഷ്യൻ ഉറങ്ങിയില്ലെങ്കിൽ പിറ്റത്തെ ദിവസം ആൾക്കൊരു പരിഭ്രാന്തിയാണ്. അതേപോലെ തന്നെ ഉറക്കം പ്രത്യേക ഘടകമായതുകൊണ്ട് ഒരു കസ്റ്റമർ നമ്മുടെ കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് രീതിയിലുള്ള ബെഡാണ് വേണ്ടത്. ചിലർക്ക് സോഫ്റ്റ് കൂടുതലായിരിക്കാം, ചിലർക്ക് ഹാർഡ് ആയിരിക്കാം, ചിലർക്ക് ബാക്ക് പെയിൻ ഉള്ള ആൾക്കാരായിരിക്കാം. അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അവരുടെ കസ്റ്റമൈസ് ചെയ്തിട്ട് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതേ ടൈപ്പ് ഓഫ് ബെഡ് നമ്മൾ ഫാക്ടറിയിൽ വന്നിട്ട് അവരെ ഡയറക്റ്റ് കൊണ്ട് കാണിച്ച് മെറ്റീരിയൽസ് കാണിച്ച് അവര് നമ്മുടെ അടുത്ത് നിന്ന് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ബെഡ് സ്റ്റിച്ച് ചെയ്ത് അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ നമ്മൾ അവർക്ക് സപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ പല വീടുകളിലും റൂമിനനുസരിച്ച് അവർ കട്ടിൽ പണിതിട്ടുണ്ടായിരിക്കാം, കട്ടിൽ പണിതതിന് ശേഷം റൂം പണിതിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ കട്ടിൽ ഏതാണോ, കോട്ടിന്റെ സൈസ് ഏതാണോ ആ സൈസിൽ കറക്റ്റ് നമ്മൾ ബെഡ് പണിസ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള വീട്ടിലെല്ലാം നമ്മൾ ഡയറക്റ്റ് പോയി നമ്മൾ അളവെടുത്തിട്ട് കസ്റ്റമേഴ്സിന് ഏത് ടൈപ്പാണ് ബെഡ് വേണ്ടത് നോക്കിയിട്ട് നമ്മൾ അളവെടുത്ത് കറക്റ്റ് അളവിൽ നമ്മൾ പണിത് മാനുഫാക്ചറിങ് ചെയ്ത് അവരുടെ വീട്ടിൽ കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത. പിന്നെ അതേപോലെ തന്നെ അവർ കട്ടിലിന്റെ അളവ് ഏതാ, ബെഡ് നമ്മൾ കൊണ്ടിട്ടിട്ട് കട്ടിലിന് ജോയിന്റ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. കട്ടിലിന്റെ അവരുടെ സൈസ് ഏതാണോ ആ സൈസിൽ നമ്മൾ ബെഡ് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ അവരുടെ വീട്ടിലേക്ക് സർവീസ് ചെയ്ത് വീട്ടിലെത്തിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഇത് നമുക്ക് 5 വർഷത്തെ ഗ്യാരണ്ടിയാണ് നമ്മൾ പറയുന്നത്. 5 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ 5 വർഷമല്ല, 10-15 വർഷം കിടന്നാലും ഈ ബെഡിന് യാതൊരു കംപ്ലൈന്റും വരില്ല. 15 വർഷം യൂസ് ചെയ്തിട്ട് വീണ്ടും വന്നിട്ട് നമ്മുടെ ബെഡ് ഒരുപാട് എടുത്തു കൊണ്ടിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഗ്യാരണ്ടി. റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ്, വാറണ്ടി അല്ല, റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പൊ അതുപോലെ നേരത്തെ നമ്മൾ സ്കൈലൈനെ കുറിച്ച് പറഞ്ഞു, സ്കൈലൈനെ കുറിച്ച് എല്ലാ ബെഡുകളുടെ കേസും പറഞ്ഞു, സ്കൈലൈന്റെ വാറണ്ടി കേസ് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബെഡാണ് മെമ്മറി ബ്ലിസ് ആൻഡ് അൾട്രാ ബ്ലിസ്. ഈ മെമ്മറി ബ്ലിസിന്റെ ഒരു ഡെമോ പീസിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിലുള്ള മെറ്റീരിയൽസ് എങ്ങനെയാണെന്നുള്ളത്. ആ ഒരു ബെഡ് മെഡിക്കേറ്റഡ് ബെഡാണ്, ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ബെഡാണ്. ബാക്ക് പെയിൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു ബെഡാണ്. അതിൽ നമ്മൾ വെക്കുന്ന മെറ്റീരിയൽ നമ്മളന്ന് പറഞ്ഞിരുന്നു, അതായത് റീബോണ്ടഡ് ഫോം, മെമ്മറി ഫോം, റബ്ബറൈസ്ഡ് കൊയർ. നമുക്കത് എങ്ങനെയാണ് നമ്മളത് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ളതും അതിന്റെ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി, അതിന്റെ ഡെൻസിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ മെമ്മറി ബെഡിലെ ഏറ്റവും സുപ്രധാന ഘടകം എന്ന് പറയുന്ന ഒരു ഫോമാണിത്, മെമ്മറി ഫോം. 70 ഡെൻസിറ്റി മെമ്മറി ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ടാണ് വെക്കുന്നത്. അതായത് 6 ഇഞ്ച് നമ്മൾ ബെഡ് പണിയാണെങ്കിൽ 2 ഇഞ്ച് റബ്ബറൈസ്ഡ് കൊയർ, 2 ഇഞ്ച് റീബോണ്ടഡ്, 2 ഇഞ്ച് മെമ്മറി ഫോം. ഈ 2 ഇഞ്ച് മെമ്മറി ഫോം ഏറ്റവും ടോപ്പിലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് വേണ്ടോ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. എത്ര നമ്മൾ പ്രസ് ചെയ്തിരുന്നാലും അതേപോലെ റിലീസായി വരും. കൂളിംഗ് ആണ്, ഹീറ്റ് ഉണ്ടാവില്ല, ഒരിക്കലും ഹീറ്റ് ഉണ്ടാവില്ല. കൂളിംഗ് ബെഡാണ്. ഏറ്റവും ടോപ്പിൽ ഭയങ്കര കൂളിംഗ് ആണ്. ഇത് നമ്മൾ സാൻഡ്വിച്ച് മോഡലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തത്. സാൻഡ്വിച്ച് മോഡൽ, അതായത് നമ്മുടെ ശരീരത്തിലെ ഹീറ്റ് ചോർന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിക്കുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതും നമ്മളെ അത് മാനുഫാക്ചർ ചെയ്തതും. അതെങ്ങനെയാണ് നമുക്ക് ഇനി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ മെമ്മറി ബ്ലിസ് മെഡിക്കേറ്ററിന്റെ സ്റ്റാർട്ടിങ് ഐറ്റം, അതായത് റീബോണ്ടഡ് ഫോം. ഡോക്ടർമാർ പറയുന്നത് ബാക്ക് പെയിൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് റീബോണ്ടഡ് ഫോം. ഇത് കറക്റ്റ് ഫ്ലൈറ്റ് ആണ്. നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ശരീരം കിടക്കുമ്പോൾ കറക്റ്റ് സ്റ്റഡി ആയി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റീബോണ്ടഡ് ഫോം 2 ഇഞ്ച് റീബോണ്ടഡ് ഫോമാണ് വരുന്നത്. ഇതിന്റെ ഡെൻസിറ്റി 60 ഡെൻസിറ്റി റീബോണ്ടഡ് ഫോം ആണ്. അതുകൊണ്ട് ഒരിക്കലും കംപ്ലൈന്റ് വരില്ല. അപ്പൊ ഇതാണ് നമ്മൾ ഏറ്റവും അടിയിലായിട്ട് വെക്കുന്നത്. ഇതാണ് റീബോണ്ടഡ് ഫോം. ഇതിന്റെ
മുകളിൽ നമുക്ക് റബ്ബറൈസ്ഡ് കൊയറാണ് വരുന്നത്, അത് നമുക്ക് കാണാം. അതിന്റെ തൊട്ട് മുകളിൽ റീബോണിന്റെ തൊട്ട് മുകളിൽ വരുന്നത് റബ്ബറൈസ്ഡ് കൊയർ, 90 ഡെൻസിറ്റി റബ്ബറൈസ്ഡ് കൊയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 5 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി പറഞ്ഞാലും 5 അല്ല 10 അല്ല 15 അല്ല 20 വർഷം കഴിഞ്ഞാലും ഒരു കംപ്ലൈന്റ് വരില്ല, അതേപോലെ കിടന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇവിടെ വന്ന് ഫാക്ടറിയിൽ വന്നിട്ട് മെറ്റീരിയൽസ് നോക്കി ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അവർക്ക് താല്പര്യം, അവർക്ക് സോഫ്റ്റ് ആണോ കൂടുതൽ വേണ്ടത്, അതാണോ ഹാർഡ് ആണോ കൂടുതൽ വേണ്ടത്, അവരുടെ താല്പര്യപ്രകാരം അവരെ എന്താണോ പറയുന്നത് അതേപോലെ നമ്മൾ പറഞ്ഞിട്ട് 1 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂർ നമ്മൾ ബെഡ് മാനുഫാക്ചർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അവർക്ക് കയ്യിലെത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ മെമ്മറി ബ്ലിസ് മാട്രസിന്റെ സ്ട്രക്ചർ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അടിയിൽ 60 ഡെൻസിറ്റി റീബോണ്ടഡ് ഫോം, അതിന് തൊട്ട് മുകളിൽ 90 ഡെൻസിറ്റി റബ്ബറൈസ്ഡ് കൊയർ, അതിന്റെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ മെയിൻ ഐറ്റം മെമ്മറി ഫോം 70 ഡെൻസിറ്റി മെമ്മറി ഫോം. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ നെറ്റഡ് ക്ലോത്ത്, അതായത് 550 GSM വരുന്ന നെറ്റഡ് ഫാബ്രിക് ആണ് നമ്മൾ അടിക്കാൻ പോണത്. അത് നമുക്ക് നോക്കാം. അത് കൂടാതെ എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു ക്വാളിറ്റി ചെക്ക് ഉണ്ട്. അതിപ്പോ എല്ലാ ബെഡ് കമ്പനിക്കാരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മളതിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് കാണാം. ഇതാണ് നമ്മൾ അതിന്റെ മുകളിൽ വെക്കാൻ പോകുന്ന നെറ്റഡ് ഫാബ്രിക്സ്. ഇത് 550 GSM ആണ് വരുന്നത്. അത് നമുക്ക് കട്ട് ചെയ്ത് അതിന്റെ മുകളിൽ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചില ബെഡുകളിൽ ഈ ബെഡ് ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ പൊന്തി പോകുന്ന ഒരു ഫീലിങ്സ് വരാറുണ്ട്. ഇത് ടൈറ്റായി അതിലിരിക്കും, ഒരിക്കലും ഇത് പൊന്തി പോകുന്ന ഒരു കംപ്ലൈന്റ് നമുക്ക് ഒരിക്കലും വരില്ല. അത് സ്ട്രോങ് ആയിട്ട് ബെഡിന്റെ മുകളിൽ തന്നെ ജോയിന്റ് ആയിട്ട് ഇരിക്കും. ഇതാണ് നമ്മുടെ മെമ്മറി ബ്ലിസ് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ വീഡിയോ ആണത്. കറക്റ്റ് ഈ ക്ലോത്തിനനുസരിച്ചുള്ള നമ്മൾ ബീഡിങ്ങിന് നമ്മൾ വൈറ്റ് ബീഡിങ് കൊടുക്കുന്നുണ്ട്. അതാണ് ഒന്നുകൂടി അട്രാക്ഷനും ഒന്നുകൂടി കാണാനുള്ള ഭംഗി. ഈ ബെഡ് ഏകദേശം ഫിനിഷ് ചെയ്യാറായി. അവസാന സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് എത്തിക്കുകയാണ്. അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, ഈ മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞത് ഇതിന്റെ പരസ്യം ഉണ്ട്, നമ്മുടെ മെമ്മറി ബ്ലിസിന്റെ പരസ്യം വെച്ച് പാക്കിംഗ് സെക്ഷനിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഏകദേശം നമ്മുടെ മെമ്മറി ബ്ലിസ് ബെഡ് റെഡി ആയി കഴിഞ്ഞു. ഇത് നമ്മുടെ മെമ്മറി ബ്ലിസിന്റെ പരസ്യം ഒട്ടിച്ചു. ഇനി PVC പാക്കിംഗ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് ഓൾറെഡി ഫിനിഷ് ആവും. അത് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ട്. നമുക്ക് ഈ പാക്കിംഗ് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി ചെക്കിങ്ങിലേക്ക് കടക്കാം. അതെ, 5 വർഷത്തെ വാറണ്ടി നമ്മൾ കൊടുക്കണമെന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. 5 അല്ല 10 അല്ല 20 അല്ല എത്ര വർഷം കഴിഞ്ഞാലും ഈ ബെഡ് യാതൊരു കംപ്ലൈന്റും വരില്ല. ഇനി നമ്മൾ ക്വാളിറ്റി ചെക്കിങ് വേണമെന്നല്ല. അതെ, നമ്മുടെ മെമ്മറി ബ്ലിസ് മെഡിക്കേറ്റർ ബെഡ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി നമ്മുടെ ലോഡിങ് വണ്ടി തന്നെയാണ്, 10-2000 കിലോ ഭാരം വരുന്ന വണ്ടിയാണ്. അത് നമ്മൾ നമ്മുടെ ബെഡിന്റെ മുകളിൽ കൂടെ കയറ്റി ഇറക്കാൻ പോവാണ്. നോക്കാം. കയറിണ്ട് കേട്ടാ. നമ്മളിപ്പോ 10,800-2000 കിലോ വെയിറ്റ് ഉണ്ട്. രണ്ടും കൂടെ 2850 കിലോ നമ്മുടെ ബെഡിന്റെ മേലെയാണ് കയറിയത്. ഇനി അത് കയറ്റി ഇറങ്ങി റിവേഴ്സ് പോകാൻ പോകണം. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ബെഡിന്റെ ക്വാളിറ്റി നമുക്ക് നോക്കാം കേട്ടോ, എങ്ങനെയുണ്ട് നോക്കാം. ജസ്റ്റ് ഈ ഇതിന്റെ മുകളിലത്തെ കവർ ജസ്റ്റ് പൊട്ടിയിട്ടുണ്ടെന്നുള്ളത് ബെഡിന് യാതൊരു കംപ്ലൈന്റും വന്നിട്ടില്ല. നമുക്ക് ഇതിനെ കുട്ടിച്ചാറ്. ഇതാണ് നമ്മുടെ മെമ്മറി ബ്ലിസ് മെഡിക്കേറ്റർ മാട്രസ്. ഇത്രയും കിലോ കയറിയിട്ടും ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. 5 അല്ല 20 വർഷം കിടന്നാലും ഈ ബെഡിന് യാതൊരു കംപ്ലൈന്റ് വരില്ല. അത് നമ്മുടെ സ്കൈലൈന്റെയും അതേപോലെ തന്നെ മെമ്മറി ബ്ലിസിന്റെയും ഗ്യാരണ്ടിയാണ്. നമ്മൾ ധൈര്യമായിട്ട് നമ്മുടെ ബെഡ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം.